തൃശൂരിൽ ബി.ജെ.പിയുമായി കോൺഗ്രസ് വോട്ട് കച്ചവടം നടത്തിയെന്ന് സി.പി.എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ്. സി.പി.എം കട്ടപ്പന ഏരിയ സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിന്റെ പ്രത്യുപകാരമാണ് പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്നും എം സ്വരാജ് പറഞ്ഞു. സി.പി.എം കട്ടപ്പന ഏരിയ സെക്രട്ടറിയായി മാത്യു ജോർജിനെ തെരഞ്ഞെടുത്തു. 2 ദിവസമായി നടന്നുവന്ന സി.പി.എം കട്ടപ്പന ഏരിയ സമ്മേളനമാണ് സമാപിച്ചത്. കട്ടപ്പന ഏരിയ സെക്രട്ടറിയായി മാത്യു ജോർജിനെ സമ്മേളനം തെരഞ്ഞെടുത്തു. തുടർന്ന് ടൗൺഹാൾ പരിസരത്തു നിന്നും റെഡ് വോളണ്ടിയർ മാർച്ച് നടന്നു. ഓപ്പൺ സ്റ്റേഡിയത്തിൽ നടന്ന പൊതുസമ്മേളനം സി.പി.എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് നഷ്ടമായ അധികാരം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് ബി.ജെ.പി വർഗീയ ശക്തികളുമായി കൂട്ടുപിടിക്കുന്നുവെന്നും തൃശൂരിൽ ബി.ജെ.പിയുമായി കോൺഗ്രസ് വോട്ട് കച്ചവടം നടത്തിയെന്നും ഇതിന്റെ പ്രത്യുപകാരമാണ് പാലക്കാട്ട് നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്നും അദ്ദേഹം ആരോപിച്ചു. രാജ്യത്തെ ബി.ജെ.പിക്ക് പൊതുവിൽ സ്വീകാര്യത കുറഞ്ഞു വരുന്ന ഈ ഘട്ടത്തിൽ പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളമോ, കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായി താമരയടയാളത്തിൽ ഒരാൾ ഇന്ത്യൻ പാർലമെന്റിലേക്ക് ജയിച്ചു. അത് മലയാളികൾ ആത്മപരിശോധന നടത്തേണ്ട ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ്. കേരളത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ ഒന്നും അത് വെല്ലുവിളിക്കുന്നില്ല. മറിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധാർമികമായ വോട്ട് കച്ചവടത്തിന്റെ ഫലമായി അത് രൂപപ്പെട്ടു വന്നു എന്ന് നാം കാണണം. നമ്മുടെ രാജ്യത്തെ തന്നെ വർഗീയ രാഷ്ട്രീയത്തിന്റെ വളർച്ചയുടെ ചരിത്രം പരിശോധിച്ചാൽ പ്രതിക്കൂട്ടിൽ സ്ഥിരമായി നിൽക്കേണ്ടി വരുന്ന പാർട്ടി കോൺഗ്രസ് ആണ്. എങ്ങനെ ഇന്ത്യ പോലൊരു രാജ്യത്ത് വർഗീയ രാഷ്ട്രീയം സ്വാധീനമുറപ്പിച്ചു നാം പരിശോധിക്കേണ്ടതാണ്. സമാപന സമ്മേളനത്തിൽ നേതാക്കളായ എം മണി, കെ.എസ്. മോഹനൻ, വി.ആർ. സജി, മാത്യു ജോർജ്, പി.ബി. ഷാജി, എം.സി. ബിജു, കെ.പി. സുമോദ്, പൊന്നമ്മ സുഗതൻ, സി.ആർ. മുരളി, വി.വി. ജോസ്, എസ്.എസ്. പാൽരാജ്, കെ.എം. വിനീഷ് കുമാർ, ലിജോബി ബേബി, ടി.ജി.എം. രാജു, ജലജ വിനോദ്, പി.വി. സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. സമാപന സമ്മേളനത്തിന് ശേഷം രാഹുൽ കൊച്ചാപ്പിയും സംഘവും അവതരിപ്പിച്ച കോട്ടയം തുടിയുടെ നാടൻ പാട്ടും അരങ്ങേറി.